ലോകത്തെ ഏറ്റവും വലിയ മാതൃക ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 63-ാമത്തെ വയസ്സിലും നബി തങ്ങള് ഒരു കോഴിയുടെ കാലെടുത്ത് അതിങ്ങനെ കടിച്ചിട്ട് താഴെ വെച്ചാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ കോഴിക്കാലെടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു. 63-ാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഇങ്ങനെ കുടിച്ച് ഗ്ലാസ് താഴെ വെച്ചാൽ നബി തങ്ങൾ ആ ഗ്ലാസ് എടുത്തിട്ട് സഫിയ ബീവിയുടെ വായ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ വായ വെച്ച് പാല് കുടിക്കുമായിരുന്നു. ഏതെങ്കിലും 63 കൂട്ടണ്ട, ഏതെങ്കിലും ഒരു 45 വയസ്സായ ഭാര്യ ഭർത്താവിനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? ആരടുത്തുനിന്ന് നമ്മൾ പഠിച്ചത്? കുടുംബജീവിതം മുഹമ്മദ് നബിയിൽ നിന്ന് പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബജീവിതം നബി തങ്ങളിൽ നിന്ന് പഠിക്കണം. ഇടക്കിടക്ക് ഇങ്ങനെ ആടിനെ കറുത്താല് അതിന്റെ കുറകെടുത്തിട്ട് ഖദീജാബിയുടെ കൂട്ടുകാരികൾക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തയക്കും നബി തങ്ങൾ. വല്ലാതായപ്പോൾ ഒരു ദിവസം ആയിഷ ബീവി ചോദിച്ചു, അജൂസുൻ കഥാ കഥ നബിയെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ ഈ ഖദീജ ഒരു തള്ളല്ലേ എന്ന് ചോദിച്ചു. ഒരു തള്ളനെ പറ്റിയിട്ടല്ലേ നിങ്ങൾ പറയണത്, എപ്പോഴും ഇങ്ങനെ പറയണ്ടല്ലോ. വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഖൈറായ ധാരാളം സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നില്ലയോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഖൈറായ ഭാര്യയെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല. എന്നിട്ട് 3 കാര്യം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം വലദത്തിനി ഇബ്നഹാ, ഖദീജ എനിക്ക് കുട്ടികളെ പ്രസവിച്ചു തന്നിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞത് ഗർഭപാത്രമാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ്. ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ ശബ്ദം വരെ മാറും, ശരീരത്തിൽ രോമവളർച്ചയുണ്ടാകും. ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ സ്ത്രീകൾക്ക് ശരീരത്തിൽ രോമവളർച്ച കൂടുതലായിരിക്കും, താടി മീശയൊക്കെ ഉണ്ടാവാൻ തുടങ്ങും, ശബ്ദം വരെ പുരുഷൻ്റെതായി മാറും. സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ്. ചില അനിവാര്യതകളിൽ എടുത്തു കളയേണ്ടി വരും. ഞാനതിന് നിഷേധിക്കുന്നല്ല കേട്ടോ, ഞാനത് പാടില്ല എന്നൊന്നും പറയല്ല. പക്ഷെ പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ്. വലദത്തിനി ഇബ്നഹാ, ഖദീജ എനിക്ക് കുട്ടിയെ പ്രസവിച്ചു തന്നു. 2 കുട്ടികളെ, മക്കളെ അറുത്ത് തോൽ പൊളിച്ച് വൈക്കോൽ നിറച്ച് നിങ്ങളല്ല കേട്ടോ. ഒരു സലാത്തല്ലേ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. അതർക്കടി ഇടയിലിരുത്തുക. എന്താ പറഞ്ഞു അത് പറയേണ്ടതായിരിക്കില്ല, അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല. എന്തോന്ന് പറഞ്ഞു? 3 കാര്യങ്ങൾ ആയിക്കോട്ടെ. അപ്പോൾ രണ്ടാമത്തത് ആമനത്തി ബി ഹീന കഫറന്നാസ് എന്നാണ്. ആമനത്തി ബി ഹീന കഫറന്നാസ്, ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ ഖദീജ എന്നെ വിശ്വസിച്ചു. അതാണ് രണ്ടാമത്തെ കാര്യം. എല്ലാവരും പറ്റും. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ്. നമ്മളെ നാട്ടുകാർ മൊത്തം സാലിപ്പൈസ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിള തന്നെയാണല്ലോ, അവിടെയാണ് പ്രശ്നം കിടക്കണേ. നബി തങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം. അത് ഏത് ഭാര്യ? ഖദീജാബി എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് നമുക്ക് നല്ലോണം പഠിക്കണ്ടേ. ഖദീജാബിക്ക് 40 വയസ്സാണ്. എന്താണ് സ്ത്രീകളുടെ 40 വയസ്സിന്റെ പ്രത്യേകത? സ്ത്രീകൾ ലൈംഗികമായി ഏറ്റവും കൂടുതൽ ദാഹം അനുഭവിക്കുന്ന പ്രായം 40. ശരാശരിയാണ് കേട്ടോ. ശരാശരി 40 എന്ന് പറഞ്ഞാൽ 38 മുതൽ 42 വരെ. ഇതാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാഹമുള്ള സന്ദർഭം, ആ സമയത്തുള്ള ഒരു സ്ത്രീ. പിന്നെ ഖദീജാബിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. നിരവധി പുരുഷന്മാർ വിവാഹാലോചന നടത്തിയിരുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. വയസ്സ് 40 എന്നുള്ളത് നോക്കണ്ട, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യവും, ഇഷ്ടം പോലെ സമ്പത്ത്, എല്ലാ സൗകര്യങ്ങളും. അങ്ങനെയുള്ള ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി അംഗീകരിക്കുന്നു. മൂന്നാമത്തത്
അശ്റകത്നി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്. എല്ലാ മനുഷ്യരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഖദീജ അവളുടെ സ്വത്തിൽ എന്നെ പങ്കു ചേർത്തിരിക്കുന്നു. 20 കൊല്ലം മുമ്പ് ഓളെ വാപ്പ കൊടുത്ത 30,000 റുപ്യന്റെ കണക്ക് ഇപ്പോഴും പറയാന്നല്ല. എന്തേ പറഞ്ഞു? ഖദീജ ബീവിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു മുതല് ഞാൻ കെട്ടിയതിന് ശേഷം ഓൾക്ക് ഉണ്ടായിട്ടില്ല, മുഴുവൻ എൻ്റെതായിരുന്നു. കൊടുത്തൻ തീർത്തത് മുഴുവൻ എന്തേ കാട്ടി? ഖദീജ ബീവിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അറബികൾ കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് കച്ചവടം ചെയ്യുക. വർഷത്തിൽ 2 പ്രാവശ്യമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം 6 മാസത്തെ വരുമാന മാർഗമാണ്. 6 മാസത്തെ ജീവിത മാർഗമാണ് ഒരു കച്ചവടം. ഒരു കച്ചവട സംഘത്തിൽ 40 ഒട്ടകങ്ങളാണ് ഉണ്ടാവുക. 40 ഒട്ടകപ്പുറത്ത് 40 വീട്ടിൽ നിന്ന് ഓരോ ആളുകൾ വീതം ഉണ്ടാവും എന്ന് പറഞ്ഞാല് 40 ഒട്ടകങ്ങളുള്ള ഒരു സംഘം 40 കുടുംബത്തിന്റെ 6 മാസത്തെ വരുമാന മാർഗമാണ്. എന്നാൽ ഖദീജ ബീവിക്ക് ഒട്ടക സംഘമുണ്ട്, 40 ഒട്ടകമുണ്ട്. 40ന്റെ പുറത്തും കൂലിക്കാരാണ് എന്ന് പറഞ്ഞാൽ 40 വാര തന്നെയാണ് ഖദീജ ബീവിയുടേതാണ്. അങ്ങനത്തെ ഒരു സംഘമല്ല, അങ്ങനത്തെ ധാരാളം സംഘത്തിന്റെ ഉടമയാണ് ഖുവൈലിദിന്റെ മകളായ സയ്യിദത്തുനാ ഖദീജ. അത് മുഴുവനും കൊടുത്തിട്ട് നബി തങ്ങൾ സ്വതക്ക കൊടുത്താണ് തീർത്തു, ഒരു കുഴപ്പവും ഉണ്ടായില്ല. അതാണ് മുതല്. ആ മുതല് മുഴുവൻ ഇന്റതാക്കി മാറ്റി. അശ്റകത്നി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്. ജനങ്ങളെല്ലാവരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഖദീജ അവളുടെ സമ്പത്തിൽ എന്നെ പങ്കു ചേർത്തു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളുടെയും മാനസികാവസ്ഥ തമ്മിലൊരു വ്യത്യാസമുണ്ട്. പുരുഷന്മാരുടേത് ശേഖരണ മനസ്സും സ്ത്രീകളുടേത് നിർമ്മാണ മനസ്സുമാണ്. അതായത് ഒരു പെണ്ണിനെ ടെൻഷനാക്കുന്നതും ഒരു പുരുഷനെ ടെൻഷനാക്കുന്നതും ഒരേ കാര്യമല്ല. രണ്ടാളുടെയും 2 മനസ്സാണ്. ആണുങ്ങൾക്ക് ടെൻഷൻ വരിക, നിങ്ങൾ എന്ത് മനസ്സാണ് 5 വയസ്സക്ക് വകല്ല എന്ന് പറഞ്ഞാൽ ടെൻഷനായി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചായൻ്റെ വെള്ളം കൂടി ഉണ്ടാക്കാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം മൂപ്പർ ജോലി ചായൻ്റെ വെള്ളം ഉണ്ടാക്കലല്ല, ശേഖരണ മനസ്സാണ്. പൈസ ഉണ്ടാക്കുക, അതാണ് പുരുഷന്റെ മനസ്സ്. എന്നാൽ സ്ത്രീയുടെ മനസ്സ് നിർമ്മാണ മനസ്സാണ്. നിർമ്മാണ മനസ്സ് എന്ന് പറഞ്ഞാല് ചായ ഉണ്ടാക്കുക, കഞ്ഞി ഉണ്ടാക്കുക, പാത്രം അടിച്ചു വരിക, തുടക്കുക, തിരുമ്പുക, അങ്ങനെയുള്ള അതാണ് നിർമ്മാണ മനസ്സ്. അവളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിലാണ്. എന്നെങ്കിലും ഒരു ദിവസം ചാറിലിപ്പ് എറിയാൽ ഇവിടെ ഒന്നും ചാറിലിപ്പ് എന്നെ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ടെൻഷൻ. എൻ്റെ അടുത്ത് ഒറ്റ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പെണ്ണിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ആണുങ്ങളും വേണം ഒന്ന് ശ്രദ്ധിക്കുക, പോക്കറ്റിന്റെ അവസ്ഥ ഒരിക്കലും പെണ്ണുങ്ങളെ അറിയിക്കരുത്. പോക്കറ്റ് കാലിയാണ് എന്നുള്ളത് സ്ത്രീകളെ അറിയിക്കാൻ പാടില്ല. എല്ലാ വിലയും നിലയും പോവും, മാത്രമല്ല നമ്മൾ ടെൻഷനാവും ചെയ്യും. അത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പെണ്ണുങ്ങളെ വയസ്സും ആണുങ്ങളെ ശമ്പളവും ആരും അറിയിക്കാൻ പാടില്ല എന്ന്. എത്ര ഉറുപ്പ് വരുമാനം ഉണ്ട് എന്ന് ആരും അറിയിക്കരുത്. ഉള്ളതുകൊണ്ട് നല്ല മട്ടത്തിൽ ഓണം പോലെ ജീവിച്ചു പോകുക എന്നുള്ളതാണ്. പെണ്ണുങ്ങളെ വയസ്സ് പറയും വേണ്ട, ചോദിക്കും വേണ്ട, അത് ഓൽക്ക് മാത്രം അറിഞ്ഞാൽ മതി. ഇത് രണ്ടും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോ സപ്പോർട്ട് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. അപ്പൊ സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണ വിഷയത്തിലാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് ചോദിക്കണോ? ഇതിലിപ്പോ 25 കൊല്ലമായി കല്യാണം കഴിച്ചവരുണ്ടാവും, 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, അങ്ങനെ താഴെ പെണ്ണുങ്ങളോട് നമ്മൾ ആണുങ്ങളോട് പറയാം. ഞാൻ ചോദിക്കണത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി, ആരും പറയണ്ട. ഓരോരുത്തർ അവനെൻ്റെ മനസ്സിൽ ചോദിക്കുക. നമ്മളിപ്പോൾ 15 കൊല്ലം, 20 കൊല്ലം, 10 കൊല്ലം, 40 കൊല്ലം, 45 കൊല്ലമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട്. നമുക്കൊക്കെ നമ്മളെ പെണ്ണുങ്ങളോട് നല്ല ഇഷ്ടമാണ്, ആർക്കും എതിർപ്പില്ല. ഒക്കെ സ്വർഗത്തേക്ക് എത്തണം, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊള്ളണമെന്ന് ആഗ്രഹമാണ്. അള്ളാഹ് ഒരുമിച്ച് വിടട്ടെ, വേണ്ട തന്നെയാണ് എല്ലാവരും. അങ്ങനെ നല്ല ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷേ നമ്മൾ ആരെങ്കിലും ഇതുവരെ നമ്മളെ പെണ്ണുങ്ങളോട്, ഭാര്യനോട്, മോളെ എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവില്ല, പറഞ്ഞിട്ടില്ല. ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്ഥലത്ത് കൂടെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു സഹാബിവര്യൻ പറഞ്ഞു, നബി ആ പോയ ആളെ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ഇജത് അയാളോട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല പറഞ്ഞു. എന്നാൽ പോയി പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇരുന്നാൽ മതി പറഞ്ഞു. പറഞ്ഞയച്ചു. നമ്മളെന്നും കാണില്ല നമ്മളെ പെണ്ണുങ്ങളെ, ഇതുവരെ നമ്മൾ മോളെ എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ?
അല്ലെങ്കിൽ ഭാര്യ താഴെയുള്ള പെണ്ണുങ്ങൾ കുറെ ഭർത്താവിനോട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ വകയായിട്ട് നിങ്ങൾ കൂട്ടിക്കോളി, ഇന്നത് പറയണം. ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും. 6 മാസം കൂടുമ്പോൾ ഒന്നുകൂടിയും പറയാം. അങ്ങനെ 6 മാസം, കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രം എന്നൊന്നും പറയണ്ട. എന്നിപ്പോൾ അതിനൊരു പണി അത് പറ്റൂല. 6 മാസം കൂടുമ്പോൾ ഒന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാ. ഒന്ന് സ്നേഹവും, 2 നന്ദി. എനിക്കിപ്പോൾ അങ്ങോട്ട് ഭയങ്കര നന്ദിയുണ്ട്. ഞാനത് ഐസിൽ വെച്ചിട്ട് എന്താ കാര്യം, തണുത്ത് കണ്ടത് ഇങ്ങനെ ഉറക്കുന്നല്ലാതെ യാതൊരു പ്രയോജനം ഇല്ലല്ലോ. ഞാൻ അങ്ങോട്ട് പറയണ്ടേ നന്ദി എന്നതുമാതിരി സ്നേഹവും പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എന്താ പറയാതിരുന്ന കുഴപ്പം? പറയാതിരുന്നാലും മീൻകാരൻ പറഞ്ഞാൽ ഓൻ്റെ ഒപ്പം പോകും. മീൻകാരൻ എന്നുള്ള ഉദാഹരണമാണ്. പയത് വെറുക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പറയുന്ന ആൾക്കാരൊപ്പം പോവും. നമ്മളാരും പറഞ്ഞില്ല എന്നുള്ള തന്നെ പ്രശ്നം. തിരിച്ചോളും ഇങ്ങോട്ടും പറഞ്ഞില്ല, നമ്മൾ അങ്ങോട്ടും പറഞ്ഞില്ല. നാട്ടുകാരോട് പറയും പോലെ അല്ലല്ലോ, അവനെ സ്വന്തം ഭാര്യനോട് പറയണ്ടേ? ഇല്ലെങ്കിൽ പറയുന്നവരെ ആകർഷിക്കും, ഉറപ്പാണ് ആ കാര്യം. സ്നേഹവും നന്ദിയും പറഞ്ഞാൽ മാത്രം അറിയുന്നതും അറിഞ്ഞാൽ മാത്രം ഉപകാരമുള്ളതുമാണ്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞിരിക്കണം. നബിതങ്ങൾ ആ മനുഷ്യനെ സദസ്സിലിരിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നാ. പോയി പറഞ്ഞിട്ട് ഇനി എൻ്റെ സദസ്സിലിരുന്നാൽ മതി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.